അവർക്ക് ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. കുളിച്ചിട്ട് വന്ന് മറിയലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെറിയൊരു വീഡിയോ ഒന്ന്. ഞായറാഴ്ച ഭയങ്കര തിരക്കും ഭയങ്കര പൊരിഞ്ഞ ചൂട് കേട്ടോ, നിൽക്കാൻ പറ്റുന്നില്ല അടുക്കളയിലൊന്നും. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. അപ്പോൾ ഇവൻ്റെ കുളിയൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ടുള്ള ഇതാണ്. നമുക്കിനി കുളിയിലുള്ള വീഡിയോയിലേക്കൊക്കെ പോവാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. നേരത്തെ കുളിക്കുന്ന കേട്ടോ, ഭയങ്കര ചൂട്, കുടുകുടാ വിയർക്കണം. അപ്പം നമുക്ക് ഗീസറിൽ വെള്ളം ചൂടാക്കണ്ട കേട്ടോ. അവനെ കുളിപ്പിക്കുക. മുകളിലത്തെ വെള്ളം ചൂടാണ്, ടാങ്കിലെ വെള്ളം. അപ്പോൾ അവനെവിടെ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കുന്ന. ചിരിക്കണ പൊന്ന് കൂച്ചനാ? അച്ഛ കുളിപ്പിക്കണ പൊന്നീനെ? ഭയങ്കര ചൂടല്ല പൊന്നു, വെന്ത് ഉരുകുന്നു. അത് തന്നെ കേട്ടോ. ആ കാല് മുട്ടൊക്കെ അവന് തേക്കുന്ന സ്ക്രബ്ബറുണ്ട് കേട്ടോ. അത് കയ്യിലിട്ടിട്ട് തേക്കേണ്ട സ്ക്രബ്ബറാണ് ഇപ്പോൾ എൻ്റെ ഡാഡി ഇട്ടിട്ട് തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാമ്പു പല ഇതിൽ ഞാൻ കാണിച്ചു തന്നു കേട്ടോ. ആ ഷാമ്പു ആണ്. താഴെ ഭയങ്കര, ഇപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കേണ്ട കാര്യമില്ല, അത്ര ടാങ്കിൽ വെള്ളം ചൂടാണ് കേട്ടോ. എന്നാലും ഒന്ന് മോട്ടർ അടിച്ചു, ആ ചൂടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി മോട്ടർ അടിച്ചിട്ടാണ് വന്നത്. കാരണം അപ്പോൾ ഒന്ന് മിക്സാവും. ഭയങ്കര ചൂട്. രാവിലെ ആകുമ്പോഴേ ടാങ്കിലെ വെള്ളം നമുക്ക് ചൂടാവും കേട്ടോ. നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണമെങ്കിൽ മോട്ടർ അടിച്ചിട്ട് വരണം, അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ അവൻ്റെ കുളി സൺഡേ ബാത്തൊക്കെയാണ്. ഉച്ചിട്ടൊക്കെ വന്നിട്ട് ചോദിച്ചു തരാമല്ലോടി മമ്മി. കുളി കഴിഞ്ഞു. ഓട്ടം തുടങ്ങി. എന്നെ കാണുമ്പോൾ അവന് ഓട്ടമാണ് കേട്ടോ. ഇത് കണ്ടോ, ഓട്ടം കണ്ടോ? ഓട്ടം പൊന്ന് കണ്ടോ, ഓട്ടമാണേ. അയ്യോ, 2 ഓട്ടമൊക്കെ ഓടും കേട്ടോ. അപ്പോൾ ഇവനെ ഞങ്ങൾ മോർണിംഗ് വാക്ക് ഒരു 5 മണിയാകുമ്പോൾ മോർണിംഗ് വാക്ക് നടത്തിക്കും കേട്ടോ. എൻ്റെ അച്ഛൻ ഒരുപാട് ഒരു 40 മിനിറ്റ് മോർണിംഗ് വാക്കൊക്കെ റോഡിൽ കൊണ്ടുവന്ന് നടത്തി. ഇടയ്ക്കൊന്ന് ഫുട്ബോൾ കളിക്കാനൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കയറും, ഫുട്ബോൾ കളിക്കും, അവനും ഓടും, എല്ലാം ചെയ്യും കേട്ടോ. അവന് എക്സസൈസൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചൂടിൽ ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, ടെറസിൻ്റെ മുകളിൽ വരാനും പറ്റില്ല. ഇപ്പോൾ പിന്നെ കുളിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നമ്മൾ അവന് വെള്ളം ചൂടാക്കേണ്ട കാര്യമില്ല. ലുക്ക് വാം വാട്ടറിലായിരുന്നു. ഇപ്പം ടാങ്കിലൊക്കെ നല്ല ചൂട് വെള്ളമാണ്. മോട്ടർ അടിച്ചൊന്ന് മിക്സ് ആകുമ്പോൾ ആ ടാങ്കിലെ ചൂട് വെള്ളം കുറച്ച് ഒന്ന് ലുക്ക് വാം വാട്ടറായിട്ട് വരും. അപ്പോൾ മോട്ടർ അടിച്ചിട്ട് ഞങ്ങൾ മുകളിൽ പിന്നെ കുളിപ്പിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ താഴെ നമ്മൾ വെള്ളം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ടർക്കിയും ഹാങ്കിയും ഒക്കെ കഴുകി എൻ്റെ അച്ഛൻ തന്നത് കണ്ടോ. അവൻ്റെ ബെൽറ്റൊക്കെ 3-4 എണ്ണം ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് എല്ലാം കഴുകി തുടച്ചത്, ആ ഗ്ലൗസൊക്കെ കഴുകി ഉണക്കി നല്ല വടി പോലെ ആക്കി ഇടും. പൊന്നിൻ്റെ തന്നെയാണ് അതേ. പൊന്നിനെ കുളിപ്പിക്കുന്ന സ്ക്രബ്ബർ, പൊന്നിൻ്റെ ടർക്കി, പൊന്നിൻ്റെ തോർത്ത്, എല്ലാം സ്കൂബിയുടെ തന്നെയാണ്. അവ ഉണക്കി നല്ല ഭംഗിയായിട്ട് വെക്കണ്ടേ. സ്കൂബിയുടെ അവൻ നോക്കുന്ന കേട്ടോ. അയൽ അവൻ്റെത് തന്നെയല്ലേ, ഇത് പൊന്നിൻ്റെ തന്നെ അല്ലേ എന്നാണ് അവൻ നോക്കുന്നത്. പൊന്നിൻ്റെ ആണത്, വേറെ ആരുടെ അല്ല. നല്ലവണ്ണം ഉണക്കിയിട്ട് മടക്കി വെക്കൂലേ. വേറൊരു ചീപ്പും കൂടെ ഉണ്ട് ഇവൻ്റെ. 2 ചീപ്പുണ്ട് കേട്ടോ. ഇതല്ല, ഇനി വേറൊരു ചീപ്പുണ്ട്. അത് വെച്ച് കഴിയും. പിന്നെ ഒരു വേദന എടുക്കുന്നുള്ളതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അതല്ല, ഒന്നും ഓണാകുമ്പോൾ ഒരു മുള്ളു രൂപത്തിൽ വരും. പക്ഷെ അത് അവന് വേദനയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചിട്ട് തന്നെ അത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഒന്ന് കട്ടിൽ കയറി മറിയും എത്ര ചെയ്തിരുന്നാലും. എന്നിട്ട് ഫുഡ് കൊടുക്കാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, വന്നൊരു മറച്ചിലാണ് കേട്ടോ. കണ്ടോ, വന്നിരിക്കുന്നതാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂടാണ്. നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ ഭയങ്കര ചൂടാണ്. ഭയങ്കര തിളപ്പിച്ച വെള്ളം പോലെ ടാങ്കിലെ വെള്ളത്തിൻ്റെ ചൂട്. അപ്പോൾ ഞങ്ങൾ മോട്ടർ അടിച്ചിട്ട് പോകുമ്പോൾ അതൊന്ന് മിക്സാവുമ്പോൾ ഇവനെ ലുക്ക് വാം വാട്ടർ കിട്ടും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഗീസറൊന്നും ഇവിടെ ചൂടാക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ 2-3 മാസം ഭയങ്കര വെയിലത്ത് നിന്നൊക്കെ ഉണങ്ങുകയും ചെയ്ത്
നമുക്ക് ഡ്രയർ മെഷീനൊന്നും കൊണ്ടുവന്നിട്ട് ഉണക്കണ്ട, എല്ലാം ചെയ്തു. ഇനിയൊന്ന് അവന് ഫുഡ് കൊടുക്കണം. ഫുഡ് തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാം കേട്ടോ. കഴിച്ചല്ല പൊന്നാ? ചോറ് കഴിച്ച് സുന്ദരനായി എൻ്റെ മോൻ, സുന്ദരനായി. ചോറ് കഴിച്ച് സുന്ദരനായി. ഒരു ഉമ്മ കൊടുക്ക ചേട്ടക്ക്. എവിടെ സുന്ദരനായത് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓ ചേട്ടാ, ഞാൻ സുന്ദരനായി ചേട്ടാ. ഇനി പൗഡറൊക്കെ ഇടണം ചേട്ടാ. എന്താ ടാങ്കിലെ വെള്ളം ചൂട്, മോട്ടർ അടിച്ചിട്ടൊക്കെ അല്ലേ പോകുന്നത്. അല്ലെങ്കിൽ അത് മിക്സ് ചെയ്ത് ലുക്ക് പോകാൻ വാട്ടർ കിട്ടും. അയ്യോ ചോദിച്ചേ, ദേ സുന്ദരനായത് കാണിച്ചു കൊടുത്തേ. സുന്ദരൻ സ്കൂബിയോ ഒന്ന് കാണിച്ചു കൊടുത്തേ. താടി അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുളിക്കും. സുന്ദരക്കുട്ടപ്പന. ഫുഡൊക്കെ കഴിച്ചു, ഗുഡ് ബോയ് ആയി. മെഡിസിൻസ് ഒക്കെ കഴിച്ചു. ഒരു പശുക്കുട്ടി. പശുക്കുട്ടി എന്ന് വിളിക്കണത് എന്തിനെന്നറിയാമോ ചേട്ടാ? നന്ദിനി എന്ന് വിളിക്കണത് ഈ മണി കെട്ടിയോണ്ടാണ് കേട്ടോ. ഈ മണി കെട്ടിയപ്പോൾ തൊട്ട് നന്ദിനി നന്ദിനി എന്ന് വിളിക്കുന്നു. ആ ഇനി ഇതേ ഷീറ്റൊക്കെ വരിക. ഷീറ്റൊക്കെ ദേ കളപുള എന്ന് പറഞ്ഞ് കൂട്ടി. അയ്യോ അടുക്കളയിലൊക്കെ ചൂട് കേട്ടോ ഫ്രണ്ട്സ്. ഇന്ന് ഉരുകണം നമ്മൾ. അവൻ അവിടെ നോക്കണം. ചേട്ടൻ പോയില്ലേ? ചേട്ടൻ ബൈക്ക് എടുത്ത് പോകുന്നുണ്ടായി, അതാണ് ഈ നോക്കുന്നത്. ചേട്ടൻ ബൈക്കിൽ പോയോന്നാണ് ഈ നോക്കുന്നത് കേട്ടോ. ബൈക്കിൽ പോയോ? ഇത് കണ്ടല്ലോ ബെഡ്ഷീറ്റ് എന്ത് കോലുമാണെന്ന്. ബെഡ്ഷീറ്റൊക്കെ കോലം കണ്ട. ഇതൊക്കെ ഇനി വിരിക്കണം. അവൻ വന്ന് നമ്മുടെ നന്ദിനിക്കുട്ടി മോൻ ചേട്ടൻ്റെ നന്ദിനിക്കുട്ടി. ചേട്ടൻ ഈ മണി കെട്ടിയപ്പോൾ തൊട്ട് ഒരു പുതിയ നന്ദിനിക്കുട്ടി ഇവിടെ വന്നെന്ന് പറയും കേട്ടോ. ഇതെൻ്റെ മോന് കണ്ണൊന്നും കിട്ടാതെ ഇരിക്കാനാണേ ഞാൻ എന്നോട് ഒരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു, ചേച്ചി ഈ കറുത്ത ഇത് കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൗഡറൊക്കെ ഇടട്ടെ. കൊച്ചിൻ്റെ ഇതിൽ പൗഡറൊക്കെ ഇട്ട് കൊച്ചിൻ്റെ ഇതിലൊക്കെ ക്രീമൊക്കെ പുരട്ടി അല്ല സുന്ദര കുട്ടപ്പനായി. അപ്പോൾ പണിയൊന്നും ഒതുങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് അടുക്കളയിൽ നിന്നും കൊണ്ട് ഭയങ്കര ചൂട്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ലേ. മുകളിൽ പിന്നെ എല്ലാവരും ഇവനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറേ ചങ്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. അവൻ്റെ ആൻറ്റിമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, അങ്കിൾമാരും ആൻറ്റിമാരൊക്കെ. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഡെയിലി വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയാണ്. ഷീറ്റൊക്കെ കണ്ടു. ഇന്നലെ വിരിച്ച ഷീറ്റാണ് കേട്ടോ. കോലം കണ്ടില്ലേ? എൻ്റെ മോൻ ചെയ്ത കോലമാണ്. എൻ്റെ നന്ദിനിക്കുട്ടി മോൻ എൻ്റെ പൊന്നെ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോകുന്നു. ഇനി അടുക്കളയൊക്കെ തുടക്കണം. കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ ഇവനെ ഞങ്ങൾ എക്സസൈസ് എന്ന് പറയാൻ 5 മണിക്ക് ഇവൻ്റെ അച്ഛൻ കൊണ്ടുപോകും കേട്ടോ. അവൻ 4:30 മണിക്ക് അവൻ വിളി തുടങ്ങും പുറത്തേക്ക് പോകാൻ. റോഡൊക്കെ മൊത്തം ചുറ്റിച്ച് വെളുപ്പിനെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ വേറൊരു വീഡിയോയിൽ. ഇവിടെ സ്ട്രീറ്റ് പപ്പീസ് ഒരുപാടുണ്ട്. അപ്പോൾ വെളുപ്പിനാകുമ്പോൾ അത് അത്ര അധികം ഉണ്ടാവില്ല, എല്ലാവരും ഉറക്കമായിരിക്കും. അപ്പോൾ അത് കാരണം അവൻ്റെ അച്ഛൻ കുറേ റോഡൊക്കെ ചുറ്റിച്ച് മോർണിംഗ് വാക്ക് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു ഫുട്ബോൾ കളിയൊക്കെ ഉണ്ട്. അതിൻ്റെ പഴയ വീഡിയോയിലൊക്കെ കാണാം ഫുട്ബോൾ കളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവന് വ്യായാമമുണ്ട്. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ചൂട് തുടങ്ങിയാൽ അവൻ പിന്നെ പോകത്തില്ല. പിന്നെ ഒരു 6 മണിക്കൊക്കെ 5:30 മണി കഴിയണം ടെറസിലേക്കൊക്കെ ഒന്ന് കടക്കണമെങ്കിൽ. പിന്നെ ഇവിടെ ചൂടത്ത് മനുഷ്യനെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവനും ഇറങ്ങൂല കേട്ടോ AC-ന്ന്. അല്ലാത്തപ്പോഴൊക്കെ അവൻ വ്യായാമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ നടത്തിക്കാനൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ സബ്സ്ക്രൈബറിനൊന്നും ഇത് അറിഞ്ഞൂടാ. എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ മോർണിംഗ് വാക്ക് നടക്കുന്നതും നടത്താൻ കൊണ്ടുപോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഫുട്ബോൾ കളിയൊക്കെ പഴയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പുതിയ സബ്സ്ക്രൈബേഴ്സിനെ അറിയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചൂട് കൂടി. ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് ജൂണിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അവന് AC ഇട്ട് കൊടുത്ത് അവൻ കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ. പാവം കുഞ്ഞു ഉറങ്ങിയാ? ആ ഞങ്ങൾ ഉറങ്ങുന്നതാണ് ഫ്രണ്ട്സ്, ഞങ്ങൾ കിടക്കുന്നതാണ് ഫ്രണ്ട്സ്. ഞങ്ങളിതേ പറയണ്ട, കൊച്ചു കിടന്നോളും കേട്ടോ. അവൻ്റെ കൈപ്പാദത്തിൽ കാൽപാദത്തിലൊക്കെ ഇച്ചിരി ക്രീമൊക്കെ പുരട്ടി കൊടുക്കട്ടെ. എൻ്റെ മോൻ കിടന്നോളും ഇവിടെ. ഇന്ന് ചേച്ചിയും ചേട്ടനും എല്ലാം ഉണ്ടല്ലോ. ചേട്ടൻ ബൈക്കുമായിട്ട് പുറത്തോട്ട് പോയി, അതാണ് ആ നോക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി സൺഡേ നേരുന്നു. പിന്നെയും നോക്കുന്നു ആരാ വന്നതെന്ന്. കണ്ടില്ലേ നോക്കുന്നത്? കണ്ടില്ലേ? ഇതാണ് ഇവൻ്റെ പരിപാടിയേ. ആരാ വന്ന് പൊന്ന? ആരോ വന്നു, അതാണ് ഈ നോക്കിയത്. അപ്പോൾ
നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.